നമ്മളിത് പലർക്കും ഏറ്റവും പ്രയാസമേറിയ ഒന്നാണ് യാത്ര പറയുക എന്നുള്ളതല്ലേ. ഒപ്പമുണ്ടായിരുന്ന ഒരാൾ, നമ്മൾ ശീലിച്ചു പോയ ഒരാൾ പെട്ടെന്നൊരു ദിവസം യാത്ര പറയുമ്പോൾ ഉള്ളിലൊരു ശൂന്യത അനുഭവപ്പെടാം. സത്യത്തിൽ ആഴമുള്ള ബന്ധങ്ങളിൽ ഗുഡ് ബൈ എന്നൊരു വാക്കില്ല. അതൊരു ചെറിയ ഇടവേള മാത്രമാണ്. മികച്ചൊരു തിരിച്ചുവരവിനും കൂടുതൽ ആഴമുള്ള ഓർമ്മകൾക്കും വേണ്ടിയുള്ള ഒരു ഇടവേള. വീണ്ടും കാണുമ്പോഴുള്ള സന്തോഷത്തിന് മാറ്റുകൂട്ടാൻ കാലം കരുതി വയ്ക്കുന്ന ഒരു കാത്തിരിപ്പാണത്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ലോകം കണ്ട രണ്ട് മഹാപ്രതിഭകളുടെ ഒരു അനുഭവം ഞാൻ പറയാം. ഒരാൾ ചിന്തകൾ കൊണ്ട് നമ്മുടെ ലോകത്തെ വിസ്മയിപ്പിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ, മറ്റൊരാൾ വെള്ളിത്തിരയിലൂടെ ലോകത്തെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ചാർലി ചാപ്ലിൻ. ഒരിക്കൽ ഐൻസ്റ്റീൻ ചാപ്ലിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലെത്തി. ചാപ്ലിൻ്റെ ഒരു സിനിമയുടെ പ്രീമിയറിലും അവരുടെ കൂടിക്കാഴ്ചയ്ക്കും ശേഷം ഐൻസ്റ്റീൻ തൻ്റെ ഗവേഷണങ്ങൾക്കായി ദൂരേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയാണ്. അവർ ഒരുമിച്ച് ജനക്കൂട്ടത്തിന് മുന്നിലൂടെ നടന്നു. ജനങ്ങൾ അവരെ വളരെ ആവേശത്തോടെ വരവേറ്റു. അന്ന് ഐൻസ്റ്റീൻ ചാപ്ലിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചാപ്ലിൻ, എനിക്ക് നിങ്ങളോട് അസൂയ തോന്നുകയാണ്. നിങ്ങൾ ഒരു വാക്കുപോലും ഉരിയാടാതെ ലോകത്തെ മുഴുവൻ കീഴടക്കുന്നു. അവർ നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്നു. ചാപ്ലിൻ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് വളരെ ശാന്തനായി മറുപടി പറഞ്ഞു, സത്യമാണ് പ്രൊഫസർ, പക്ഷേ എനിക്ക് നിങ്ങളോടാണ് ബഹുമാനം. കാരണം ലോകത്തിന് നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും അവർ നിങ്ങളെ അത്രമേൽ ആരാധിക്കുന്നുണ്ട്. പരസ്പരം ആഴത്തിൽ മനസ്സിലാക്കിയ രണ്ട് ഹൃദയങ്ങൾ അന്ന് പിരിഞ്ഞത് വളരെ സങ്കടത്തോടെ ആയിരുന്നില്ല. ദൂരങ്ങൾക്കും കാലത്തിനും തകർക്കാൻ കഴിയാത്ത ഒരു ആത്മബന്ധം അവർക്കിടയിലുണ്ടായിരുന്നു. മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടുമ്പോഴും ആ ആവേശം ഒട്ടും ചോർന്നു പോയിരുന്നില്ല. കാരണം അവർ ശരീരം കൊണ്ട് മാത്രമാണ് അകന്നത്, ഹൃദയം കൊണ്ട് അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഒന്നിച്ചായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മുടെയും ജീവിതം അല്ലേ. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്നും ദൂരേക്ക് പോകുന്നത് നമ്മളെ മറക്കാനല്ല, മറിച്ച് അവരുടെ സ്വപ്നങ്ങളിലേക്കും കടമകളിലേക്കും യാത്ര ചെയ്യാനാണ്. ആ യാത്രകളിൽ അവർ നമ്മളെയും കൂടെ കൂട്ടുന്നുണ്ട്. അത് ഓർമ്മകളിലൂടെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരൊക്കെ യാത്ര ചോദിക്കുമ്പോൾ നിരാശപ്പെടാൻ പാടില്ല. നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്നും അന്ന് ഈ ദൂരങ്ങളൊന്നും നമ്മുടെ സ്നേഹത്തിന് തടസ്സമായിരുന്നില്ല എന്ന് തിരിച്ചറിയുമെന്നും ഉറച്ചു വിശ്വസിക്കണം. മറന്നു പോകാതെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ആ ദൂരങ്ങൾ നമ്മളെ ഒരുപാട് സഹായിക്കും. ചാർലി ചാപ്ലിൻ തന്നെ ഒരിക്കൽ പറഞ്ഞതുപോലെ, യഥാർത്ഥ സ്നേഹം ദൂരത്തെ ഭയപ്പെടുന്നില്ല, കാരണം അത് ആത്മാക്കൾ തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരുടെ യാത്രകളെ നമുക്ക് വളരെ സന്തോഷത്തോടെ ഓർക്കാം, അവരെ വളരെ സന്തോഷത്തോടെ യാത്രയാക്കാം, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ യാത്രയാക്കാം. വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ.